ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം. ഈവനിങ് വ്ളോഗ് എന്ന് മാത്രമല്ല, ഒരു ക്ലീനിങ് വ്ളോഗ് എന്നാക്കാം. ഈ ഒരു കുറച്ച് ഭാഗത്തെ ചെടിയൊക്കെ നമുക്കൊന്ന് വെട്ടി അവിടെ ഒന്ന് നീറ്റാക്കി എടുക്കണം. ഇതിനകത്ത് കോളീസ് പ്ലാന്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ചെമ്പരത്തി ഒരുപാട് ഒരുപാട് വലുതായി ബുഷിയാക്കിക്കൊണ്ട് വന്നതാണ്. ഇടയ്ക്ക് പിന്നെ കട്ട് ചെയ്യാൻ പറ്റാഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പിലും നിറയെ മുട്ടായിരിക്കും. അപ്പോൾ മുട്ട അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് മുറിച്ച് കളയാനും തോന്നില്ലല്ലോ. അങ്ങനെ പറ്റിയതാണ്. അങ്ങനെ ഇത് നിറയെ വലുതായി പോയി. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നും നോക്കണ്ട. കുറച്ച് കമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ചെമ്പരത്തീനെ ഒരു സുന്ദരി പെണ്ണാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ നിൽക്കുന്ന ചെടികളൊക്കെ തന്നെ അതിനെ എങ്ങനെ ആ ഒരു ഭാഗം വൃത്തിയാക്കാമെന്നേ നോക്കുന്നുള്ളേ. ആ ചെടിയൊക്കെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വേറെ ഒന്നും നമ്മൾ വെക്കുന്നില്ല. അത് തന്നെ നമുക്കൊന്ന് ക്ലീനാക്കി അത്രയും ഭാഗം ഒന്ന് എടുക്കുക. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാകുമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഇപ്പം ഇരുന്നതും പിന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളതും നോക്കുമ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നീറ്റായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയൊക്കെ ചെടി ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് മൊത്തം കളഞ്ഞിട്ട് നമുക്ക് ഒന്നേൽ തൊട്ട് നമ്മുടെ ഒരു പ്ലാനിങ് പോലെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. കുറേയൊക്കെ ചെടി ഇത്രയും വലുതായി പോയില്ല. അതുകൊണ്ട് ഉള്ളതിനെ നമുക്കൊന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലക്കി ബാമ്പു ഒക്കെ കുറേ കമ്പുകൾ നീണ്ടു നിൽപ്പുണ്ട്. ഇതിനെ ഒന്ന് വെട്ടി ഒതുക്കണം. പിന്നെ അതുപോലെ തന്നെ തുളസി, പിന്നെ ലക്കി ബാമ്പു പോലെ തന്നെ ഒരു റെഡ് പ്ലാന്റ് കണ്ടു. അതും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മരമായിട്ട് ഇങ്ങനെ വലുതായിട്ട് അങ്ങ് പോകുന്ന കേട്ടോ. പേരൊന്നും അറിയില്ല. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ തന്നെ ഈ ചെടി നിർത്തിക്കൊണ്ട് നമുക്കതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ബോർഡർ പോലെ നമ്മളൊരു വേറൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതൊന്നും പേരറിയില്ല. ഇവിടെ കൂടുതലും ഇലച്ചെടികൾ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പൂക്കളുടെ ഒന്നുമില്ല, എല്ലാം ഇലച്ചെടി തന്നെയാണ്. പിന്നെ തുളസി നിൽപ്പുണ്ട്. ആ തുളസിയുടെ ഉണങ്ങിയ കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ പൂവ് വരുന്നതൊക്കെ കളഞ്ഞ് അതൊന്ന് റെഡിയാക്കണം. ഇതാണ് ബോർഡർ പോലെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് പുല്ലെല്ലാമായി നിറയെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തുളസി നിൽക്കുന്നതിൻ്റെ താഴെ ഞാൻ കുറേ വാടാമുല്ലയുടെ തൈകളും വെച്ചിട്ടുണ്ട്. അതവിടുന്ന് നിറയെ സ്പ്രെഡായിട്ട് ആ ഒരു ഭാഗം നിറയെ ആ ഒരു പൂവ് നിൽക്കണം. അങ്ങനെ ഒരു ഇതിൽ വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ വാടാമുല്ല ഏതാ പുല്ല് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിലായി. അപ്പോൾ നമ്മളുടെ ഈ പ്ലാന്റും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യണം. എല്ലാം ഒരേപോലെ ആക്കണം. കട്ട് ചെയ്യുമ്പം വേറെ നിറയെ സ്റ്റെമ്മുകളായിക്കോളുമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നമുക്ക് നിറയെ മുറ്റം ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട് വശത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ. നീളപ്പാടാണ് മുറ്റം. ബാക്കി അങ്ങോട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നല്ല വീതിയിലുമാണ് കേട്ടോ. വീടിൻ്റെ ആ ഒരു കാർ പോർച്ചിൻ്റെ ആ ഒരു സൈഡ് തൊട്ട് അങ്ങോട്ട് വീതിയിലാണ്. പക്ഷേ ഫ്രണ്ട് മുറ്റം ഇങ്ങനെ നീളത്തിലാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ചെടി വെച്ച് നമുക്ക് പോകാനും പറ്റുള്ളൂ. അപ്പം വാടാമുല്ലയുടെ ഇടയിലൊക്കെ കുറേ പുല്ലുകളുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ഈ റെഡ് പ്ലാന്റിനെ ഞാനൊന്ന് ഒടിച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ നിന്നൊക്കെ കുറേ കമ്പുകൾ വന്നൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഇതിൻ്റെ മേളൊക്കെ ഞാൻ ലീഫൊക്കെ ഒരേപോലെയൊക്കെ ഒന്നാക്കി ഇതും കട്ട് ചെയ്യണം. പക്ഷേ നല്ല രസമാട്ടോ. ഒരു ഗ്രീൻ കളറും ഉണ്ട് അടിഭാഗത്ത്. മേളിലൊരു റെഡ്, മേളിലോട്ട് വരുന്ന കിളുന്തലയൊക്കെ ഒരു റെഡുമായിട്ട് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. അങ്ങ് പൊങ്ങിപ്പോകും നമ്മൾ, പക്ഷെ അത്രയും അങ്ങനെ പൊക്കി വിടത്തില്ല. പിന്നെ ഇനി ഇവിടുത്തെ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുല്ല് പറിക്കലായിരുന്നു കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പുല്ല് ഇങ്ങനെ ഇളകി പോരുന്നുണ്ടായിരുന്നേ. പക്ഷേ എന്നാലും ഇത്രയും ഭാഗം വൃത്തിയാക്കി വന്നപ്പോഴത്തേന് 1 മണിക്കൂർ എടുത്ത് കേട്ടോ. 5 മണി ആയപ്പോഴത്തേനാണ് ഞാൻ ഇറങ്ങിയത്. വിച്ചൂട്ടൻ്റെ ഇവിടെ ഒന്നും ശ്രദ്ധിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നതിന് എൻ്റെ കൂടെ. പിന്നെ ആകെ അലമ്പാക്കിയേനെ. അവർക്ക് പിന്നെ കത്രിക വേണം, അതും ഇതുമൊക്കെ വേണ്ടി വരും. പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല, TV കണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പുല്ലൊക്കെ അവിടത്തേക്ക് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇളകിപ്പോരുമെങ്കിലും നിറയെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്തു. എന്നാലും ഒന്ന് കുറച്ച് ഭാഗം മുഴുവൻ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു ദിവസം ഇത്ര ടൈം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ടൊക്കെ നമുക്ക് വീതിയിലാണ്, ആ ഫ്രണ്ട് വശം ഇങ്ങനെ നീളത്തിലാണ്. അപ്പം അത്രയും ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് വന്നപ്പം പുല്ലും പിന്നെ കുറച്ച് ഷേപ്പ് അല്ലാതെ ആയിരുന്നു. ഇപ്പം നമ്മളെല്ലാം ഒന്ന് വെട്ടി ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട്.
ഇതുപോലെ അടുത്ത ഓരോ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കുറച്ച് ഭാഗം വെച്ച് ഇങ്ങനെയൊന്ന് പുല്ലൊക്കെ പറിച്ച് ഒന്ന് ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പുതിയ തണ്ടുകളൊക്കെ മുളയ്ക്കാൻ ഒരു അവസരമൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡനിൽ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. കുറേയൊക്കെ പുല്ല് പോയിട്ടില്ല കേട്ടോ, ഞാൻ പറിക്കാവുന്നത്ര മാക്സിമം പറിച്ചു. പിന്നെ മതിലേലുള്ളതൊക്കെ കുറേയൊക്കെ ചെണ്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് കേട്ടോ മടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കുറേ ആയിട്ട് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണിത്. നന്നായിട്ട് നല്ല ശാഖകളൊക്കെ വന്നാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ റെഡ് പ്ലാന്റും നല്ലതാണ്. ഇതും ഒരുപാട് പൊങ്ങാത്തതാണ്. ഈ ചെടി ഒക്കെ നിൽക്കുന്ന പോലെയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ.